ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനു മുന്നേ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നേരെ നമുക്ക് നാളത്തെ മൗനരാഗത്തിൻ്റെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നമ്മുടെ ബൈജുവും അതുപോലെ ദീപയും കൂടി നിന്ന് സംസാരിക്കുക. അല്ല ദീപേച്ചി കല്യാണത്തിന് പോകുന്നുണ്ടോ? പ്രകാശന്റെ കല്യാണത്തിന്. എൻ്റെ പൊന്നു ബൈജു, എന്തായാലും നടക്കാത്ത കല്യാണത്തിന് പോവാൻ എനിക്ക് തീരെയും താല്പര്യമില്ല. ഞാൻ ആ കല്യാണത്തിന് പോകുമെന്ന് ബൈജു വിചാരിക്കുകയും വേണ്ട. അയാളുടെ കല്യാണമൊക്കെ മുടങ്ങിയതിന് ശേഷം അയാൾ നിൽക്കുമല്ലോ, സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ടിയ മനസ്സുമൊക്കെ ആയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ പോയി നിൽക്കണം. ഇന്നും ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് ആ ദുഷ്ടനെ കണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നെന്നോ? കടുവയ്ക്ക് ഭക്തിയൊക്കെ മൂത്തോ? കടുവ ഇപ്പോൾ ഭയങ്കര ഭക്തിയില്ല. അയാൾ അമ്പലത്തിൽ വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞേന്നോ? ഞാൻ അയാളുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പൂജയും വഴിപാടും കഴിക്കാൻ വേണ്ടി വന്നതാണോ എന്ന്. അങ്ങനെയുള്ള പ്രകാശൻ അസ്തമിച്ച് നിൽക്കുന്ന ആ കാഴ്ച എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് പ്രകാശൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയാൻ പോവാണ്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളും അതുകൊണ്ട് തന്നെയാണ് ചേച്ചി പോവാതിരുന്നത്. എനിക്കും അതുപോലെ തന്നെ പാറുവിനും ഒന്നും ആ കടുവയുടെ ചില നേരത്തെ സ്വഭാവങ്ങളൊന്നും പിടിക്കില്ല. അയാളുടെ മാത്രമല്ല, അയാളുടെ അമ്മയുണ്ടല്ലോ, ആ മൂങ്ങ, അവരെയും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അവർ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അമ്മയും മോനും കൂടെ തെരുവ് തോറും നടന്ന് തെണ്ടി നടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് താമസിക്കാതെ കാണാൻ പറ്റും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അപ്പം ഈ സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് നമ്മുടെ കല്യാണി റെഡിയായി വരിക. നല്ലൊരു സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് കല്യാണി വരുന്നതും നമ്മുടെ ബൈജു, ദേ കല്യാണി എത്തിയല്ലോ. എന്താ കല്യാണി ഇത്? ദേ അച്ഛൻ്റെ കല്യാണം കൂടാൻ പോവാണോ? എൻ്റെ പൊന്നു ബൈജു, അയാൾ എൻ്റെ അച്ഛനാണെന്ന് നീ എന്നോട് പറയരുത്. അയാൾ എൻ്റെ അച്ഛനൊന്നും അല്ല. അയാളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എൻ്റെ അമ്മയെ അവൻ എന്ന് ഉപേക്ഷിച്ചോ അന്ന് മുതൽ അയാൾ ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അയാൾ ആകെ ആയിട്ടുള്ളത് ആ വിക്രത്തിൻ്റെ അച്ഛനെന്ന് പറയുന്നത് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ അയാളുടെ കല്യാണം കൂടാനൊന്നും പോകുന്നതല്ല. അയാൾ അവിടെ നിന്ന് നാണം കെടുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കിരണേട്ടനും കൂടി റെഡിയായി നിൽക്കുന്നത്. അപ്പം അമ്മ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ പോയിട്ട് വരാം. അമ്മയെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അപ്പം അറിയിക്കാമെന്നും പറഞ്ഞ് അവർ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ വരനും കൂട്ടരും ഒക്കെ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഇവർ ഇറങ്ങി നേരെ രജിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വരിക. അവിടെ വന്ന പാടെ തന്നെ നമ്മുടെ രാജപ്പനും കൂട്ടരും ഒക്കെ ഇവിടുത്തെ ഈ ഒരു ചെറിയ സെറ്റപ്പായി പോയല്ലോ പ്രകാശ. ഇത് കഴിഞ്ഞ് ഇനി എവിടെ വെച്ചാ നീ അടുത്ത ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതൊക്കെ രാജപ്പണ്ണ, നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇവിടെ ചെറിയൊരു സെറ്റപ്പിൽ ഞങ്ങൾക്ക് ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു ചടങ്ങ് മാത്രം. അതിനുശേഷം ഞങ്ങൾ ഒരു റിസപ്ഷൻ, അതും 5 സ്റ്റാർ ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും കഴിഞ്ഞിട്ട് ഞാൻ ഹണിമൂണിന് പോകുന്ന കാര്യമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ. അണ്ണനൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുക. ഞങ്ങൾ മറന്നുപോയതല്ല, എന്നാലും ഇങ്ങനെ ലളിതമായിട്ട് നീ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി വിക്രത്തിനും കൂടി എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തണം. അതും ഉടനെ തന്നെ വേണം. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. എൻ്റെ കാർത്തിക മോൾക്കും ഒരു ചെക്കനെ നോക്കണം. കാർത്തിക മോള് മഹാലക്ഷ്മിയുടെ മോളാണല്ലേ? അതെ, മഹാലക്ഷ്മിയുടെ മോളാണ്. ഇപ്പം എൻ്റെയും മോളാണ്. അല്ല, നിന്റെ പെണ്ണ് ഇറങ്ങിയോ? അവരിറങ്ങി കാണുമെന്നേ. അവർ ഹോട്ടലിലാണ് ഉള്ളത്. അവിടെ നിന്നും ഇറങ്ങാൻ വലിയ താമസമൊന്നും ഇല്ലല്ലോ. പിന്നെ മുഹൂർത്തം ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തു നിൽക്കാമെന്നും പറഞ്ഞ് പ്രകാശനും മൂങ്ങയൊക്കെ കൂടി അവിടെ കാത്തു നിൽക്കുക. ഇവരിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിരണും കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ കിരണിനെയും കല്യാണിയും നേരി കണ്ടു കഴിയുമ്പം നമ്മുടെ പ്രകാശന് അത്ര അങ്ങ് രസിക്കുന്നില്ല. കല്യാണമൊക്കെ വിളിച്ചത് ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷേ ഇവരിപ്പോൾ ഇനി ഈ സമയത്ത് അതും ഇവിടെ വന്നത് എന്തിനാ? ഇനി എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം കലക്കാനെങ്ങാനും ആണോ? എടാ പ്രകാശ, എടാ മോനെ, ഇവര് വന്നത് നിന്റെ വിവാഹം മുടക്കാനെങ്ങാനും ആയിരിക്കുമോ? എൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്ക്. ഇവരെ ഞാൻ കല്യാണം വിളിച്ചല്ലോ, അതുകൊണ്ട് ഇവർ വന്നതാ. വന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് ഇവിടുന്ന് പോയിക്കോട്ടെ. അല്ലാണ്ട് ഇവരെ കൊണ്ട് ഇനി എൻ്റെ കല്യാണം എങ്ങനെ മുടക്കാനാ? എൻ്റെ കല്യാണം ഇത് ദൈവമായിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതല്ലേ, അതൊരിക്കലും മാറ്റാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുക.
പിന്നെ മഹാലക്ഷ്മി ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചില വിഷമമൊക്കെ ഉണ്ട് നമ്മുടെ പ്രകാശന്. അപ്പം എങ്ങനെയായിരിക്കും മഹാ തന്നെ ഉൾക്കൊള്ളുമോ? തൻ്റെ സൗന്ദര്യം മഹാലക്ഷ്മിയോടൊത്ത് അത്രയും രീതിക്ക് ഒരുമിച്ച് പോകൂ എന്നുള്ളൊരു സംശയമൊക്കെ നമ്മുടെ പ്രകാശനുണ്ട്. പ്രകാശനെ ആണെങ്കിലും മൂങ്ങയും അതുപോലെ വിക്രവും കൂടി മാനവോളം പുകഴ്ത്തി നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇവരൊക്കെ കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ബാലണ്ണം പറഞ്ഞു, എടാ പ്രകാശ, നീ ഇനി എത്രയൊക്കെ വന്നാലും കിരണിൻ്റെയും കല്യാണിയുടെയും നേരെ ഒന്നും ചെല്ലണ്ട. അവർ നീ ക്ഷണിച്ച പ്രകാരമല്ലേ ഈ വിവാഹം കൂടാൻ വന്നത്. പിന്നെ മക്കൾക്കൊരു ഭാഗ്യമുണ്ട്, അച്ഛൻ്റെ വിവാഹം കൂടാനുള്ളൊരു ഭാഗ്യം. എന്തായാലും സംഭവിക്കാനുള്ളതൊന്നും സംഭവിക്കാണ്ടിരിക്കില്ലല്ലോ, എല്ലാം അതിൻ്റെ കറക്റ്റ് ടൈമിന് നടന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ബാലനും അതുപോലെ തന്നെ രാജപ്പനും കൂടി നമ്മുടെ പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ ഈ കല്യാണി ഈ ദുരന്തം ഇവിടെ വന്നത് തീരെയും പിടിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വധുവിനെയും പ്രതീക്ഷിച്ച് അവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിന്ന പ്രകാശനെ തേടി ആ പോലീസ് ജീപ്പ് എത്തുകയാണ്. പോലീസുകാർ ആ രജിസ്റ്റർ ഓഫീസിന് മുന്നിലെത്തിയതും ഇതെന്താപ്പാ ഇവിടെ പോലീസ്? ആ രജിസ്ട്രാറുടെ വല്ലവരോടും കൈക്കൂലി വാങ്ങി കാണും മോനെ, അതായിരിക്കും ഇവിടെ പോലീസ് വന്നത്. പക്ഷെ പ്രകാശൻ അത് അറിയുന്നില്ല. പ്രകാശനിട്ടുള്ള കിടിലും പണിയുമായിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മ അവിടെ വന്നിരിക്കുന്ന വിവരം പോലീസുകാർ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങിയതും ഇതിലാരടാ പ്രകാശനെന്ന് ചോദിക്കുക. ഞാനാ സാറേ പ്രകാശൻ. എന്താ സാറേ പ്രശ്നം? പ്രകാശ, ഈ തനിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ. എനിക്കെതിരെ കേസോ? സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരാ സാറേ എനിക്കെതിരെ കേസ് കൊടുത്തത്? അതൊക്കെ ഉണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറയാം. പക്ഷെ അവിടെയും നമ്മുടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വരികയാണ്. ലക്ഷ്മിയമ്മ വന്നിട്ട് നമ്മുടെ പ്രകാശന്റെ അടുത്ത് വന്ന് ആ മുഖം കാണിക്കുക. അപ്പൊ പ്രകാശനാണെങ്കിൽ തന്നെ കയ്യാമം വെച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് മഹാലക്ഷ്മിയെ കാണുകയും ചെയ്തു. ഉറപ്പായിട്ടും ഈ കിരണും കല്യാണിയും ഈ ലക്ഷ്മിയും കൂടി ചേർന്ന് തൻ്റെ വിവാഹം മനഃപൂർവ്വം മുടക്കാനുള്ള പദ്ധതി മെനഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണെന്ന് പ്രകാശം മനസ്സിലാക്കുകയാണ്. താൻ കല്യാണം കഴിക്കാനിരുന്ന മഹാലക്ഷ്മിയാണ് തൻ്റെ മുൻ ഭാര്യയായിരുന്ന ലക്ഷ്മി എന്നുള്ള സത്യം പുള്ളിക്കാരൻ അറിയുന്നില്ലല്ലോ. അങ്ങനെ ആ പൊട്ടനെതാ പോലീസുകാർ കയ്യാമം വെച്ച് കൊണ്ടുപോവുക. മുൻ ഭാര്യയുള്ള സ്ഥിതിക്ക് അയാൾ ഡിവോഴ്സ് ചെയ്യാതെ ഇപ്പം വീണ്ടും കല്യാണം കഴിക്കാൻ പോവുക. അപ്പം അതിൻ്റെ പേരിൽ ലക്ഷ്മിയമ്മ കൊടുത്ത പരാതിയിലാണ് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ നമ്മുടെ പ്രകാശിൻ്റെ കല്യാണം നടക്കുകയോ ഇല്ലേ എന്നുള്ളത്. നടക്കുകയല്ലെന്ന് തന്നെയാണ് പ്രമോ വിശേഷത്തിലുള്ളത്. എന്തായാലും പ്രകാശന് നല്ല കിടിലം പണിയുമായിട്ടാണ് ലക്ഷ്മിയമ്മ ചെന്നൈയിൽ നിന്ന് കുറ്റിയും പറിച്ച് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നാളെ രാവിലെ ഇടാട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.